ജോയ്സ് ടിവിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ വിധത്തിലുള്ള സഹകരണം ഞങ്ങൾ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വരുന്നത് സിസ്റ്റർ മോനു ഷോമോനാണ്. ആ പ്രിയ സിസ്റ്ററിന്റെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിത അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് ആന്റി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോഴെവിടുന്നാ ജോയിൻ ചെയ്തിരിക്കുന്നത്? പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞാട്ട്. ഞാനിപ്പോ കൊല്ലം ജില്ലയിലുള്ള പുനലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെ കുഞ്ഞുങ്ങളെ, കുടുംബം, അങ്ങനെയൊക്കെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എന്റെ പേര് മോനു ഷോമോൻ എന്നാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് MC ഷോമോൻ എന്നാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മോൻ ഇപ്പൊ BTech കഴിഞ്ഞു. അടുത്ത ഒരു കോഴ്സിലേക്ക് ചേരാൻ വേണ്ടി ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന. ഡിസംബറിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ അവന് സ്വന്തമായിട്ട് ഒരു AVSS എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കൊച്ചുമോൻ 3rd ഇയർ മെഡിസിന് യൂറോപ്പിൽ പഠിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിനു വേണ്ടി നൽകി തരികയാണ്. കർത്താവിന്റെ ദാസിയുടെ അനുഭവം പറഞ്ഞാട്ട്. ഓക്കെ ആന്റി, സ്തോത്രം. ജോയ്സ് ടിവിയുടെ ജേർണി വിത്ത് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ആന്റി എന്നെ ക്ഷണിച്ചതിനായി ആന്റിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം എൻ്റെ സാക്ഷ്യം ആന്റിയുടെ ഒക്കെ ആ ചാനലിലൂടെ അനേകരെ അറിയുവാൻ ഇടവരുത്ത. അതുമൂലം പലരും ഇത് കേട്ട് ആ ക്രിസ്തുവിനെ ഒന്നും കൂടെ സ്നേഹിക്കും, അല്ല ക്രിസ്തുവിനെ അറിയാത്തവര് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇത് മുഖാന്തരമായി ഇരട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. എന്റെ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോട്ടയം ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങൾ 7 പെൺകുട്ടികളായിരുന്നു. ഞാനൊരു സാമുദായിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഒരു ഓർത്തഡോക്സ് ഫാമിലി ജനിച്ചു വളർന്നു. ഞാൻ ഏറ്റവും ഇളയ പെൺകുട്ടിയായിരുന്നു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയി. ഞാൻ നേഴ്സാണ്. ഡൽഹി ഗംഗാറാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഭാഗമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അന്നൊക്കെ എൻ്റെ റൂംമേറ്റ്സ് ആയിട്ട് താമസിച്ചിരുന്നത് അനേക ദേവദാസന്മാരുടെ മക്കളായിരുന്നു. എന്നാൽ അവരുടെ ഈ പ്രാർത്ഥനയോ അവരുടെ ആരാധനയോ ഒന്നും ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു ഞാന്. എന്തൊക്കെക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു ഇച്ചിച്ചി മനോഭാവമായിരുന്നു എനിക്ക്. ഇവര് കൂടി വരുക, കുറച്ച് പ്രാർത്ഥിക്കുക, ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ പോലും ചെറിയൊരു, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ജസ്റ്റ് ഒരു തേര് വഴി ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു ചെറിയ ഓലപ്പുരക്കകത്തിരുന്ന് ദേവദാസന്മാര് ആരാധിക്കുന്ന കാണുമ്പോൾ ഞാൻ അവിടെ ചെന്ന് പാടുമായിരുന്നു. പെന്തക്കോസുകാരായ കപ്പയും മീനും തിന്നണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിലെ അവരെ കളിയാക്കിയതായിട്ട് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ ഡൽഹി ചെന്നപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നതെല്ലാം ദേവദാസന്മാരുടെ മക്കളായിരുന്നു. അവര് അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് എല്ലാത്തിൽ നിന്നൊരു ഡിഫറൻ്റ് ആയിട്ട് ഞാൻ അവരെ കണ്ടു. എങ്കിലും അവരുടെ പ്രാർത്ഥനയും അവരുടെ ആ വിശ്വാസത്തെയൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഹോട്ടലിൽ ലേബർ റൂമിലൊക്കെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇവരുടെ പ്രാർത്ഥനയൊക്കെ അങ്ങ് അസഹ്യമാ. ഇതിനെങ്ങനെയും നിർത്തലാക്കണം. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പരിശ്രമിച്ചു. എന്നിട്ട് ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ കത്തോലിക്ക ചർച്ചിൽ പോയി അവരുമായിട്ട് കൂട്ടുപിടിച്ചു. അപ്പൊ അവര് വിസിറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേന് മൊത്തത്തോടെ ഇവരെ അവഗണിക്കുന്ന ഒരു രീതിയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ എനിക്കൊന്നും മനസ്സിലായി, ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഈ പെന്തക്കോസുകാരുടെ കൂടെ ജീവിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ താമസിക്കേണ്ട, എനിക്ക് പ്രത്യേക റൂം തരണമെന്ന് പറഞ്ഞു. ഞാനൊരു സീനിയർ സ്റ്റാഫ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ പോകുകയൊന്നും ചെയ്യണ്ട, വേറെ പെന്തക്കോസുകാർക്ക് എന്താ എത്ര വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളിൽ ഏറ്റവും പാവപ്പെട്ട കൂട്ടരാ ഇവര്. ക്രിസ്ത്യൻസിലെ ഏറ്റവും മുന്തിയ കൂട്ടരാ ഞങ്ങള്.
ഇവരും ഞങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് ആ ഒന്നും അറിയാത്ത ഡോക്ടറോട് സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്നാൽ ആ കുട്ടികളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? കുറിച്ചിടാൻ ഇടയായി തീർന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവ്, ഞങ്ങളുടെ മറ്റു 6 പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. 7ാമത്തതാണ് ഞാൻ. എൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെ വീട്ടിൽ ക്രമീകരണങ്ങളൊക്കെ വരുത്തി പല ആലോചനകളും ഒക്കെ ഇങ്ങനെ വന്നും കൊണ്ടും ഉറച്ചുമൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചില വിഷയങ്ങളൊക്കെ ലാബിൽ നിന്ന് ഒരുപാട് ലാബ് ടെക്നീഷ്യന്റെ നിന്ന് പേഷ്യൻസ് ഒത്തിരി വിഷയം ഉണ്ടായി, ബ്ലഡ് മാറി കുത്തിവെക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ ആ ഹോസ്പിറ്റലിൽ കടന്നു വന്നു. പക്ഷേ കടന്നു വന്നെങ്കിലും ഞങ്ങൾക്കൊന്നും പോറൽ പോലും ഏൽക്കാതെ അവിടെ എല്ലാം ദൈവം ഞങ്ങളെ വിടിവിച്ചെന്ന് പിന്നീട് ഈ സമയത്താണ്, ആ കുട്ടികളുടെ പ്രാർത്ഥനയാണ് ഇതിനൊക്കെ മുഖാന്തരം എന്ന് ഈ കാലഘട്ടത്തിലാണ് അതെനിക്ക് ദൈവത്തെ ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത്. അങ്ങനെ വിവാഹമൊക്കെ ഏതാണ്ട് ഉറച്ച് നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തീരുമാനിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ വിവാഹം ഡൽഹിയിൽ വെച്ച് തന്നെ ആ വിവാഹം ഉറയ്ക്കുവാൻ ഇടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് കൊല്ലം ജില്ലയിലുള്ള പുനലൂർ പട്ടണത്തിലുള്ള ഒരു മോനുമായിട്ട് എൻ്റെ വിവാഹം പെട്ടെന്ന് ഡൽഹി വെച്ച് സഡൻലി ആ വിവാഹം ഉറയ്ക്കാൻ സാഹചര്യം വന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഡൽഹിയിൽ വെച്ച് നടന്നു. കേരളത്തിൽ വളർന്ന് വലിയൊരു വിവാഹം നടത്തുന്ന സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അതിനെല്ലാം എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നു. എന്നാൽ വിവാഹമൊക്കെ നടന്നപ്പോൾ മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് തികച്ചും ഒരു ആത്മീയനാണ്, ഒരു വിശ്വാസത്തിൽ ജനിച്ച ഒരു പൈതലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. കാരണം ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾ പുറത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചൊക്കെ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് മുഴങ്കാലിരുന്നു പ്രാർത്ഥിക്കുന്നതും ഉപവാസം എടുക്കുന്നതൊക്കെ ഞാൻ കാണാനിടയായിട്ടു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സാധാരണ ഒരു സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തി പോലും ഇങ്ങനെ ഉപവസിക്കുകയോ ബൈബിള് വായിക്കുകയോ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുകയോ എൻ്റെ ആ സ്തോത്രം ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡിൽ എല്ലാ ആൺകുട്ടികളെയൊക്കെ ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു സ്വഭാവം, വളരെ സൗമ്യത, പ്രാർത്ഥനാ ജീവിതം, ഭയങ്കര കെയറിങ്, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നി. സ്തോത്രം. എന്നാൽ പിന്നീട് എനിക്ക് ഇടയായി തീർന്നു പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് ജെട്ടുവാൻ ഇടയായി തീർന്നു. കാരണം ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് അവിടുത്തെ ഒരു മകനെ സ്വർഗത്തിലെ ദൈവം എൻ്റെ കൈക്ക് പിടിച്ച്, കാരണം മുന്നമേ ദൈവം ഇതിങ്ങനെ കുറിച്ചു വെച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിനു മുമ്പേ ഒരു സാക്ഷി ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ 9ാമത്തെ വയസ്സിൽ എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് കാല് രണ്ടും തളർന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആക്കി. അന്ന് എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് നേർച്ച നേരാത്ത എനിക്കൊന്നും ഒരു പള്ളികൾ പോലും ഇല്ലെന്ന് തോന്നുന്നു. ഏതെല്ലാം കേരളത്തിലെ പ്രശസ്തമായ പള്ളികളുണ്ടോ അവിടെ എല്ലാം എൻ്റെ പിതാവും മാതാവും നേർച്ച നേർന്നു എനിക്ക് നടക്കുവാൻ, എൻ്റെ കാലുകൾക്ക് ശേഷി കൊടുക്കണം ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ മല കയറി, എൻ്റെ അമ്മ അതുപോലെ വീടുകളൊക്കെ ഇങ്ങനെ ഭിക്ഷയെടുത്ത് പള്ളികളിലൊക്കെ കൊണ്ട് കൊടുക്കുവാനൊക്കെ ഇടയായി തോന്നുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോഴും ഞങ്ങളുടെ വിശ്വാസം എന്താ? മല കയറിയത് കൊണ്ടാ, വേളാങ്കണ്ണിക്ക് പോയത് കൊണ്ടാ, അല്ലെങ്കിൽ പളനിക്ക് പോയത് കൊണ്ടാ എന്നൊക്കെ ഞങ്ങൾ അന്നേരം ആ കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ചു. എന്നാൽ ഈ സത്യദൈവത്തെ അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കണമായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അന്ന് കൊച്ചായിരുന്നപ്പോ കിടക്കുമ്പോൾ ഈ പ്രായം ചെന്ന അപ്പച്ചന്മാര് ട്രാക്റ്റുമായിട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ ആർത്തിയോടെ ഈ ട്രാക്റ്റ് മേടിച്ച് ഇങ്ങനെ വായിക്കുമ്പോ എൻ്റെ പിതാവ് അത് മേടിച്ച് മാറ്റുന്ന ഒരു അനുഭവം ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കൂട്ടി വെച്ച് എന്ത് ചെയ്തു? ഈ സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവത്താൽ ഞാൻ പിടിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. വിവാഹം കഴിഞ്ഞു, പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരു കാര്യം, ഞാൻ മേലെ പെന്തക്കോസ്ത് ചർച്ചിനകത്ത് കയറത്തില്ല. എൻ്റെ അപ്പൻ എനിക്ക് തന്ന എനിക്കുണ്ടായിരുന്ന എൻ്റെ ഗോൾഡുകള്, എൻ്റെ ഇതൊന്നും ഞാൻ നിങ്ങളുടെ പെന്തക്കോസ്ത് എന്നും പറഞ്ഞ് ഊരാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് തികച്ചും ഒരു ആത്മീയനായതുകൊണ്ട് എന്നോട് പറഞ്ഞു
ഒരിക്കലും എന്റെ നിർബന്ധത്താൽ നീ വിശ്വാസ ജീവിതത്തിലേക്ക് വരല്ലേ. വാസ്തവമായി ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവം നിന്നോട്, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നിന്റെ മേൽ വന്നെങ്കിൽ മാത്രം നീ വിശ്വാസത്തിൽ വന്നാൽ നിർബന്ധത്താൽ വരല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. ഞാൻ അങ്ങനെ മൂത്ത മോനെ പ്രഗ്നന്റ് ആയി. അങ്ങനെ ഒരു 5 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് വയറ്റിൽ കിടക്കുന്ന ബേബിയെ കഴിഞ്ഞും വളരെ കൂടുതലായിട്ട് വെള്ളം കെട്ടിക്കിടക്കാനിടയിൽ. അവൻ 5 കിലോ ആണെങ്കിൽ വെള്ളവും കൂടി 5 കിലോ. അപ്പോൾ വയറങ്ങ് ഫുള്ളായി നിൽക്കാമല്ല, ഡ്യൂട്ടി ചെയ്യാമല്ല. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നാട്ടിൽ പൊക്കൂ, 2 പേരിൽ ഒരാളെ മാത്രമേ ഇവിടെയൊക്കെ കിട്ടുന്നു, അവിടെ ആകുമ്പോൾ ഒത്തിരി കെയറിങ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വന്നു. അങ്ങനെ 8-ാം മാസത്തിൽ എൻ്റെ മോനെ സിസേറിയൻ ചെയ്തെടുക്കാൻ അവന് ഒത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സിസേറിയൻ കഴിഞ്ഞു. അതിനുശേഷം ഞാന് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും പാട്ട് പാടുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവിനെ ഞാൻ ഇതിനകത്ത് കാണുവാനിടയായി തീർന്നു. 24 മണിക്കൂറും പാട്ടാ, ഇതുപോലെ പാട്ട് പാടുന്നേ. കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ അതിന് ചേർന്നുള്ളൊരു പാട്ട്, എന്തെങ്കിലും നമുക്ക് ദുഃഖം വന്നാൽ അതിന് ചേർന്നൊരു പാട്ട്. സന്ധ്യയാകുമ്പോ ഓടി സങ്കീർത്തനം പറയുന്നു, സ്റ്റെപ്പുകൾ കയറിയിരുന്നു. മക്കള് വാഹനത്തെ വന്നിറങ്ങുമ്പോ ഓടിച്ചെന്നു ജനലിൽ മക്കളെ നോക്കുന്നു, സ്തോത്രം പറഞ്ഞു അവരെ വീട്ടിൽ. ഞാൻ ഓർത്തി ഇവർക്ക് ഇത്രയും എന്തിന് ഇവർ കിടന്ന് ഈ പ്രാർത്ഥിക്കുന്നേ? ഞങ്ങള് വിളിക്കുന്ന ദൈവത്തെയല്ലേ ഇവരും വിളിക്കുന്നേ, ഇവരെന്തിനാ ഇത്രയും പ്രശ്നം ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നേ? എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം എപ്പോഴും ഈ പ്രാർത്ഥന. അതുപോലെ മമ്മി എന്താന്ന് വെച്ചാല് ഈ വീട്ടിൽ സാധനങ്ങളെല്ലാം മേടിക്കുമ്പോ മമ്മി എന്ത് ചെയ്യുന്നറിയാവോ, ഈ സാധനങ്ങളുടെ ഓരോ സാധനങ്ങളിൽ നിന്നും ഒരു പകുതി ഭാഗം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പൊ ഞാൻ ചെന്ന് വെക്കും, എന്താ മമ്മി കാണിക്കുന്നേ? നമ്മൾ മേടിക്കുന്ന. അപ്പൊ മോനെ അങ്ങനെയല്ല, അത് ദേവദാസന്മാർ കൊണ്ട് അവരുടെ പെയ്ത്തോമിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ പെയ്ത്തോം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. പെയ്ത്തോമിൽ കൊണ്ട് കൊടുക്കണം. അവർക്ക് നമ്മളത് അനുഗ്രഹമാ. അവർക്ക് വേറെ ജോലികളൊന്നും ഇല്ലല്ലോ, ദൈവം അവരുടെ ഓഹരിയ. ഇതൊക്കെ മമ്മി പറയും. അപ്പൊ എനിക്ക് ഇതിനോടെല്ലാം ഭയങ്കര ദേഷ്യമാണ്. ഈ മമ്മി ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുന്ന ദേവദാസന്മാരെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ മുന്നോട്ട് പോയി ദിവസങ്ങൾ. അപ്പൊ ഇങ്ങനെ തിരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ പപ്പ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് ഇവിടുത്തെ പപ്പ ഒരു അറ്റാക്ക് വന്ന് മരിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ പപ്പ മരിക്കുന്നതിന് മുമ്പ് പപ്പ എൻ്റെ ഹസ്ബൻഡിനെ കൈക്ക് പിടിച്ചു പറഞ്ഞു, മോനെ ഇനി മേലാൽ നീ ഡൽഹിക്ക് നിങ്ങൾ പോകരുത്, എന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നോക്കി നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പപ്പ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഇടയായിത്തീർന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഡൽഹി തിരിച്ചു പോകണം, എനിക്ക് ഇവിടെ എങ്ങും നിൽക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കണം. എന്റെ മനസ്സിൽ ഒരു അഹങ്കാരത്തിന്റെ ധ്വനി, ഒരു സൗന്ദര്യത്തിന്റെ ധ്വനി, ഇതൊക്കെ സ്തോത്രം എല്ലാം കൊണ്ടും സ്മാർട്ട് സ്തോത്രം എന്തോ സൗന്ദര്യത്തിൽ ഒരു സ്വയം അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. എന്നാൽ സിസേറിയനൊക്കെ കഴിഞ്ഞു കുഞ്ഞിനെ വളർത്തി ഇങ്ങനെയൊക്കെ എങ്ങനെയും പോണം. അന്നേരം എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഇനി പോകണ്ട, പപ്പ ഇങ്ങനെ പറഞ്ഞു, മമ്മി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിനോടും ഇഷ്ടമല്ല. എങ്കിലും ഞങ്ങൾ ഇങ്ങനെ പോയതിനു ശേഷം ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആന്റി വലിയ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. കാരണം കർത്താവിന് എന്നെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയാൽ പറ്റത്തില്ല. എവിടെയായാലും ഒരു പാളിച്ച ഇടണം. വചനം പറയുന്നല്ലേ, ഒരു ഹന്ന ആലയത്തിലേക്ക് ഓടണമെങ്കിൽ ആ ഭവനത്തിൽ ഒരു പെനീന ഉണ്ടായിരിക്കണം. അങ്ങനെ എനിക്ക് എതിരായിട്ട് സ്തോത്രം ഈ ഭവനത്തിൽ നിന്ന് പുള്ളിക്ക് 2 സിസ്റ്റർമാരാണ്, ഒരു ബ്രദറുണ്ട്, മൂത്ത ചേട്ടനുണ്ട്. വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ചേട്ടൻ. സിസ്റ്റർമാരുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. സ്തോത്രം. പലപ്പോഴും ഞാൻ ഓർത്ത് ആത്മഹത്യ ചെയ്താൽ എന്താ, ഈ ജീവിതം വേണ്ട, ഇങ്ങനെ വേണ്ട. കാരണം ഞാൻ വളർന്നു എന്നെ കൊഞ്ചിച്ച് 7 മക്കളിൽ ഏറ്റവും ഇളയതായിട്ട് വളർത്തി, ഒന്നിനും ഒരു കുറവില്ലാതെ, ആടെ മുമ്പിൽ കുനിയാതെ, ഒരു സ്പൂണെടുത്ത് മാറ്റി വെക്കാതെ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി അപ്പന്റെ കുടുംബത്തിൽ അമ്മയുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവളായി വളർന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കുടുംബഭാരം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നേ? അതുപോലെ ഇവര് പറയുന്നത് ഇവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് എങ്ങനെയാലും എനിക്ക് ജീവിക്കേണ്ട എന്ന് ഞാനിങ്ങനെ തീരുവെക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു, ഞാൻ എന്തെടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഞാൻ പ്രതികൂലങ്ങൾ ഏറെ ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കരയും.
എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയും. പക്ഷെ ഒരു ദിവസം ഞാൻ ഓർത്തു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേറെ ചർച്ചിലൊന്ന് പോയാലോ. ഇതുപോലെ ഇവരെ ഈ പെന്തക്കോസുകാരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഡൽഹി ചർച്ചിലൊന്ന് പോയായിരുന്നു, ഇവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ ഞാൻ ഇവളുമാരുടെ പ്രാർത്ഥന ഒന്ന് കാണാൻ പോണം. അന്ന് ഞാൻ പോയപ്പോ ഞാൻ എല്ലാവരുടെയും ആരും കാണാതെ മൂടി പൊതിച്ച് ഇങ്ങനെ നടുക്കിയപ്പോ അന്നൊരു ദേവദാസൻ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നതാ. ശൗലിനോട് അനന്യാസിനോട് പറഞ്ഞു, ശൗലിനോട് പ്രാർത്ഥിച്ച് അവനെ ഞാൻ എൻ്റെ ഇസ്രായേൽ മക്കൾക്കും രാജ്യങ്ങൾക്കും ജാതികൾക്കും ഒക്കെ ഞാൻ അവനെ എന്റെ നാമത്തെ വഹിക്കുന്ന ഒരു പാത്രമായി ഞാൻ അവനെ കണ്ടിരിക്കുന്നെന്ന് അനന്യാസെ നീ അവന് വേണ്ടി പോയി കൈവച്ച് പ്രാർത്ഥിക്കാൻ അന്നൊരു ആലോചന അനന്യാസിനോട് ദൈവം പറഞ്ഞതുപോലെ ആ ദേവദാസൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്റെ നാവാക്കി ഞാൻ നിന്നെ മാറ്റും. ഉടനെ ഞാൻ ചിരിച്ചിട്ട് കുനിഞ്ഞിരുന്നോണ്ട് പറഞ്ഞു, ശരി, ദേവദാസിന് തെറ്റിപ്പോയി, ഈ പെന്തക്കോസുകാരെ പറയാനുള്ളത് എന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ആലയത്തിൽ പക്ഷെ പിന്നെ ഇവിടെ വന്ന പ്രതികൂലങ്ങളായപ്പോ ഞാൻ ഓർത്തുന്ന ഒരു കാര്യം ചെയ്യാം, ഈ പെന്തക്കോസുകാരുടെ ബൈബിൾ എടുത്തൊന്ന് വെച്ച് വായിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ സങ്കീർത്തനം 22-ാം സങ്കീർത്തനമാണ്. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ബൈബിൾ എടുത്ത് വായിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്, എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെ നീ അകന്ന്. ഇതെന്നിപ്പോ എനിക്ക് തോന്നി, യോ എന്റെ ഹൃദയത്തിന്റെ ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വചനം മൊത്തം വായിക്കാൻ ഇടയായിത്തീർന്നു. ഇത് വായിച്ചപ്പോൾ എവിടെയോ ഒരു സ്പാർക്കിംഗ് എന്റെ ഉള്ളിൽ കത്താൻ ഇടയായിത്തീർന്നു. ഞാനിങ്ങനെ വചനം വായിച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ പുനലൂർ, ഞങ്ങളുടെ ഡിസ്ട്രിക്ട് സഭയാണ്, പുനലൂർ മെയിൻ ചർച്ചിന്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ ദേവദാസൻ പുതിയതായിട്ട് ചാർജ് എടുത്തു. ആ ദേവദാസൻ ഇവിടെ വിസിറ്റിങ്ങിന് വന്നു. വിസിറ്റിംഗ് എന്നോട് ചോദിച്ചു, പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാ. ഇന്ന് ദേവദാസൻ ഏനാത്ത് ചർച്ച് ഓഫ് കോഡിൽ കർത്താവിന്റെ വേലയിലായിരുന്നു, റിട്ടയർമെന്റ് ആയെങ്കിലും ഒരു സഭയെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചു, പേരെന്താ? ഞാൻ പേരൊക്കെ പറഞ്ഞു. അപ്പൊ വന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ പോയി. പക്ഷെ ആ കുടുംബം എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രതികൂലങ്ങളുടെ നടുവിൽ എങ്ങും രക്ഷയില്ല, എങ്ങും സമാധാനമില്ല, എങ്ങും സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നി, ഞാൻ ഈ ദേവദാസൻ വരുമ്പോ ദേവദാസനോട് പറഞ്ഞു, ഇനി സ്നാനപ്പെടാത്തോ രക്ഷിക്കപ്പെടാത്തതോ അല്ല കൊണ്ടാണോ ഇനി എനിക്ക് ഈ പ്രതികൂലങ്ങളൊക്കെ വരുന്നേ, എന്നാൽ തൽക്കാലത്തേന് ഞാൻ ഒന്ന് സ്നാനപ്പെട്ടേക്കാം. ഇതൊക്കെ എന്റെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ ഇങ്ങനെ കടന്നു വരാൻ ഇടയായിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചേച്ചെന്നാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങനെ ഇരിക്കാം. ഒരു ദിവസം രാത്രിയില് ഞാനിങ്ങനെ കടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഉറങ്ങുമ്പോൾ എന്റെ കാലിൽ എന്തോ ഒരു കൈ ഇങ്ങനെ വന്ന് തൊടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയും, ഞാൻ സ്വർണ്ണ ഊരത്തില്ലെന്ന് പറയും. ഈ കൈ ഇങ്ങനെ വന്നോണ്ടിപ്പോ ഞാൻ ഓർത്തു, കുഞ്ഞുങ്ങൾ അടുത്ത് കിടപ്പോ, അപ്പൊ അടുത്ത മോനുമായി അവർ രണ്ടും അധികം പ്രായത്തിന് വ്യത്യാസമില്ല. അപ്പോൾ ഈ കൈ ഇങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ ഓർത്ത് ഇത് ആടെ കൈ ഇങ്ങനെ കൈ തട്ടി മാറ്റി. എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ എന്നെ വല്ല തൊട്ടോന്ന് ചോദിച്ചു. പുള്ളി നല്ല ഡീപ്പിലി ഉറക്കല്ല, ബിസിനസ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട്. പിന്നെ ഞാൻ എഴുന്നേറ്റ് വീണ്ടും കടന്നപ്പോൾ ഒരു വലിയ ആണിപ്പഴുതുള്ള ഒരു കരം ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഈ കാല് തൊട്ട് ഇങ്ങനെ ശിരസ് വരെ ആ കരം ഇങ്ങനെ തഴുകിയിട്ട് ഒരു വചനത്തിന്റെ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു. വ്യർത്ഥവും മൃദുപാരമ്പര്യമായുള്ള നല്ലടപ്പിൽ നിന്ന് വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, പക്ഷെ എനിക്ക് ഈ വചനം എവിടെയാണെന്നോ ഇങ്ങനെ ഒരു വചനം ഉണ്ടെന്നോ ഇത് ആരെഴുതിയതാണെന്നോ എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷെ ഞാൻ എഴുന്നേറ്റു. രാവിലെ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഈ വചനം എവിടെയാ കിടക്കുന്നത്? അപ്പൊ മമ്മി പറഞ്ഞു, മോളെ പത്രോസിന്റെ ലേഖനമുണ്ട്, ബൈബിളിന്റെ അവസാനത്തെ ഭാഗ എടുത്തു നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കി, അത് ഞാൻ അങ്ങ് ഈസി ആയിട്ട് തള്ളിവിട്ടു. ഞാൻ ദൈവം എന്നെ വേറെ ആരെങ്കിലും ദൈവത്തിന് തെറ്റിപ്പോയതാണോ? കാരണം ദൈവമക്കൾക്കെതിരായിട്ട് ശക്തമായി നിന്ന ഒരു വ്യക്തിയെ ദൈവം അങ്ങനെ സ്നേഹിക്കുവോ? ഇങ്ങനെയൊക്കെ എന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഭാരങ്ങൾ ഉണ്ടാകാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ആന്റി പറയട്ടെ, സ്തോത്ര, സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ സ്തോത്രം തീരത്തില്ല, മണിക്കൂറുകൾ ദിവസങ്ങൾ തീരത്തില്ല. ഞാനിവിടെ ദേവദാസം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റേ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ അത് കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി. പാസ്റ്റർ പറഞ്ഞു, ശരി മോളെ, നീ സ്നാനപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് സഭയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാന്ന് പറഞ്ഞു. ഞാനും പാസ്റ്ററും മാത്രമേ അറിഞ്ഞുള്ളൂ.
അങ്ങനെ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഹസ്ബൻഡ് അറിയുന്നില്ല. ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഞാൻ രാവിലെ ചർച്ചിൽ ചെല്ലും. എല്ലാവർക്കും അതിശയം ഞാൻ ചർച്ചിൽ ചെല്ലുന്നത് കാണുമ്പോൾ. അവിടെ ചെന്നു. അങ്ങനെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. 6ാമത്തെ ദിവസം ശനിയാഴ്ച സ്തോത്രം, ഞാൻ 2004 മെയ് 23-നാണ് ഞാൻ ഓർത്തത്, ശരി ഈ കർത്താവിനെ അങ്ങ് അംഗീകരിക്കാം, ചർച്ചിൽ പോകാം എന്നെ ഉള്ളം കൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ ഇടയായിട്ട്. എന്നാൽ ഞാൻ തീരുമാനം അന്ന് എടുത്തു. പക്ഷെ അന്ന് ഒരു 2004 മെയ് 30 ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉപവാസത്തിന്റെ 6ാമത്തെ ദിവസം രാത്രി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് നാളെ എൻ്റെ സ്നാനമോ. പുള്ളി അതിശയിച്ച്, നാളെ നിന്റെ സ്നാനമോ? ഞാൻ നാളെ എൻ്റെ സ്നാനമാ. ഞാൻ എൻ്റെ ഗോൾഡ് മൊത്തം ഊരി ഒരു പേപ്പറിനകത്ത് പോയിട്ട് ഹസ്ബൻഡിന്റെ കൊടുത്തു, ഇത് വെച്ചോളാൻ പറഞ്ഞു. പുള്ളിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അന്ന് രാത്രി തന്നെ പുള്ളിക്കാരൻ അഞ്ചൽ ഇവിടെ അടുത്താണ്, അഞ്ചൽ 13 കിലോമീറ്റർ ചെന്ന് അവിടുത്തെ ഒരു ഷോപ്പിൽ ചെന്ന് വെള്ള വസ്ത്രം എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു. അന്നേരം അച്ഛൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കണമെന്ന്. കാരണം ഈ ഒരാഴ്ച കേട്ട വചനം എന്നെ തന്നെ മാറ്റിമറിക്കുവാൻ ഇടയായിട്ടു. അങ്ങനെ 2004 മെയ് മാസം 31 സൺഡേ രാവിലെ 8:30 ഞാൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനമേൽക്കുവാൻ ഇടയായിത്തീർന്നു. അതോടൊപ്പം എൻ്റെ 2 കുഞ്ഞുങ്ങളെ കർത്താവിന്റെ നാമത്തിൽ വേണ്ടി ഞാൻ പ്രതിഷ്ഠിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ സ്നാനം കഴിഞ്ഞു. ഞാൻ ഓർത്ത് എല്ലാം സ്വസ്ഥമായി, എല്ലാം സമാധാനമായി. പക്ഷേ ആന്റി, അവിടെ നിന്ന് തുടങ്ങി എൻ്റെ വീണ്ടും പ്രതികൂലങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ തലയ്ക്കു മീതെ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ആദ്യം ദൈവം എന്തെടുത്തു? എൻ്റെ ഈ കണ്ണിന്റെ ഇവിടെ ചെറുതായിട്ടൊരു റെഡ്നെസ് പോലെ വന്നു. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, എൻ്റെ കണ്ണിന്റെ ഇവിടെ ഒരു ചുവപ്പ് തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ പിറ്റേ ദിവസം അപ്പൊ ആ ചുമപ്പ് തടിപ്പ് മുഖത്തോട്ട് വന്നു. അങ്ങനെയായി ഓരോ ദിവസം ചെല്ലും തോറും ശരീരം മൊത്തം റെഡ്നെസ് ആയി. അതായത് തലയൊഴിച്ച് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരു സ്ത്രീയാണോ ഒരു പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ശരീരം മൊത്തം പുണ്ണായി. അപ്പോഴും എനിക്കറിയത്തില്ല യോബിന്റെ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ശരീരം മൊത്തം പുണ്ണായി, ചൊറിച്ചിലായി. അതെങ്ങനെയാണെന്നറിയാമോ? ചിരട്ട എടുത്തിട്ട് ആ ചിരട്ട കൊണ്ട് ഈ ശരീരം മൊത്തം ചൊറിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ജലം പോലെ ഒഴുകും. എൻ്റെ വീട്ടിലൊരു അന്നേരം ഒരു പെൺകുട്ടി ഇവിടെ നിന്നിരുന്നവള് നോർത്ത് ഇന്ത്യക്കാരിയായിരുന്നു. ആ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യും? ചിരട്ട എടുത്തിപ്പിച്ച് ദേഹം മൊത്തം അങ്ങ് ചൊറിയാൻ തുടങ്ങും. പെട്ടെന്ന് ഡോക്ടറെയൊക്കെ കാണിച്ചു. ഡോക്ടർമാര് കാണിച്ച പിന്നെ മെഡിസിൻ ഒന്നും, എൻ്റെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണിച്ചു. ആർക്കും അതിനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു, പെന്തക്കോസിലായതുകൊണ്ടും പെന്തക്കോസുകാരുടെ പ്രാർത്ഥന കൊണ്ടും പുണ്യാളന്റെ ശാപം കൊണ്ടും വന്ന ഒരസുഖമാണ്. എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവിടുന്ന് പെട്ടി വെച്ച് നേരെ കോട്ടയത്തേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ നേരെ, ഞാൻ വളരെ ചുരുക്കിയാ പറഞ്ഞു, എന്നെ നേരെ കൊണ്ടുപോയി പുതുപ്പള്ളിയിലെ അച്ഛൻ്റെ ഇരിക്കലട്ടോ കൊണ്ടുപോയെ. അച്ഛൻ്റെ ഇരിക്കലോടൊപ്പം അച്ഛൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇത് പെന്തക്കോസുകാരുടെ ശാപമാണ്. അവര് പ്രാർത്ഥിച്ച് ഇവിടെ ഇല്ലാതാക്കി കളഞ്ഞു. ഇനി നീ അങ്ങോട്ട് വിടല്ലേ, നിങ്ങൾ പള്ളി പോയി പാമ്പും പുറ്റും ഒക്കെ എടുത്ത് വെച്ച് നേർച്ചകളൊക്കെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം എൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞു, ഇത് പാമ്പിന്റെ പ്രശ്നം, അതുകൊണ്ട് നമുക്ക് മണ്ണാറശാലയിൽ പോയി ഉരുളി കമത്താന്ന് പറഞ്ഞു. അവരെല്ലാം നേർച്ച കാഴ്ചകൾ കൊണ്ട് അവിടെ ബഹളം. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ കടക്കുക. ക്രിസ്തു എന്ന ഹല്ലേലൂയ ആ തീ എൻ്റെ ഉള്ളിൽ കടക്കുക. എന്നോട് പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഒരു റൂമിനകത്താക്കണം, എന്നെ കുളിപ്പിക്കണം, എൻ്റെ ദേഹത്ത് ഒരു പൊടി തന്ന് അത് മൊത്തം എൻ്റെ ദേഹത്ത് തേക്കണം, ആരുമായിട്ട് സംസർഗം ചെയ്യരുത്, പെന്തക്കോസുകാരുമായിട്ട് ഇടപെടല്,
എൻ്റെ ചേച്ചി, എൻ്റെ മാതാവും എൻ്റെ ചേച്ചിമാരും ഒക്കെ എന്നെ കൊണ്ടുപോയി മുറിക്കകത്ത് അടച്ച് ക്രീമുകളെല്ലാം പൊടിയെല്ലാം തേച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം എനിക്ക് തോന്നി ഇവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ നാവിൽമേൽ ഞാൻ പറയുക, യഹോവേ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ അത്യുന്നതമായ പാറയെങ്കിലേക്ക് നീ എന്നെ നടത്തണമേ. ഞാൻ ഇങ്ങനെ കരയുമായിരുന്നുണ്ട്. എന്നെ തിരിച്ചറിയാൻ വല്ല പുരുഷനാണോ സ്ത്രീയാണോ? കാരണം ഒരു കാലത്ത് എന്റെ സൗന്ദര്യത്തിൽ ഞാൻ അഹങ്കരിച്ചു. ആ സൗന്ദര്യത്തെ കർത്താവ് ഒരു പുഴുവാക്കി തീർത്തു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എന്റെ മുറിക്കകത്തൊരു പ്രകാശം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നീ ഇവിടം വിട്ട് പുറപ്പെടുക, നീ ഇവിടെ നിൽക്കരുത്, ഇവിടം വിട്ട് പുറപ്പെടുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നീ ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള രോഗികളുടെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവര് സൗഖ്യമാക്കുന്ന ഒരു ശുശ്രൂഷ നിന്റെ മേൽ പകരാൻ പോവുകയാണ്. ആ വെളിച്ചം, ഇത് കേട്ട ആ വെളിച്ചം എന്നെ വിട്ട് കടന്നുപോയി. എന്നിട്ടും എന്റെ ഹൃദയത്തിലില്ല, ഇതെനിക്ക് തോന്നിയതാ, ഞാൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാ എന്നും പറഞ്ഞ് ഞാൻ അവിടെ. എന്നാൽ പിറ്റേ ദിവസവും ഇതേപോലെ ഒരു 2 മണി സമയത്ത് ഇതുപോലൊരു പ്രകാശം എന്റെ റൂമിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി എന്റെ കർത്താവ് എന്നോട് സംസാരിക്കുക. ഹല്ലേലൂയ. 91 സങ്കീർത്തനം എന്റെ ചുവരിൽ എഴുതി കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയുന്ന സംഹാരം നിന്നെ തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും എവിടെയാ വചനം എന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ രാവിലെ, അന്ന് മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം, എന്റെ ഹസ്ബൻഡ് ലാൻഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം. എന്നോട് എടുത്ത് വായിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, നീ അവിടെ നിന്ന് അസുഖമൊക്കെ അങ്ങ് മാറിയിട്ട് അവർ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാൽ മതി. ഞാൻ ഇല്ല, എനിക്ക് പുനലൂർക്ക് പോകണം. പുള്ളി പെട്ടെന്ന് ആ കേട്ട മാത്രയില് പുള്ളി അവിടെ നിന്ന് രാവിലെ വരിക കോട്ടയത്തിന് വന്ന് എന്നെയും കൊണ്ട്, എന്നെ ഒരു ഡ്രസ്സൊന്നും ഇടാൻ മേല, ഒരു വെള്ളത്തുണി കൊണ്ട് ഇങ്ങനെ പുതച്ചിരിക്കുക. എന്നെയും കൊണ്ട് വന്ന വഴിക്ക് ഇവിടുത്തെ മമ്മിയുടെ അനിയത്തി കൊല്ലത്തുണ്ട്. മമ്മിയുടെ അനിയത്തി പറഞ്ഞു, മോനെ തിരുവനന്തപുരത്ത് യോഗിരാജ സാർ എന്ന് പറയുന്ന ഒരു കോസ്മെറ്റോളജിസ്റ്റ് സർജൻ ഉണ്ട്, പുള്ളി നമുക്കൊന്നുകൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ട്രിവാൻഡ്രത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ എന്റെ ഈ സൈഡിൽ നിന്ന് മാംസ കഷ്ണം ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്കൊരു കാര്യം ചെയ്ത് ബയോപ്സിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് കൊടുത്തു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ഓർത്ത് എനിക്ക് സോറിയാസിസ് വല്ലതും ആയിരിക്കുന്നു. പക്ഷെ അത് സോറിയസ് അല്ല, അത് നെഗറ്റീവായി വരുവാനിടയായിത്തീർന്നു. പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ട്യൂബ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ട് കുളിച്ച് വീട്ടിൽ കൊണ്ട് ഇത് പരട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. രാത്രിയിൽ കുളിച്ച് എൻ്റെ ദേഹത്ത് ക്രീമൊക്കെ പുരട്ടും. പക്ഷെ എന്നിൽ എന്തൊക്കെയോ ഒരു ആ വേദനയും കാര്യങ്ങളൊക്കെ മാറുന്ന പോലെ എനിക്ക് തോന്നി. എന്നാൽ ഒരു പ്രഭാതത്തിൽ, ഞാൻ 2 ദിവസമേ ആയുള്ളൂ, ഒരു പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ പഴയ ശരീരത്തിനൊക്കെ ഞാൻ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ശരീരത്തിന്റെ ഹല്ലേലൂയ ഒരു പ്രത്യേകത എൻ്റെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അതിവലിയൊരു അസുഖത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ദൈവം എന്റെ സൗന്ദര്യത്തെ എനിക്ക് മടക്കി തന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ സനയിൽ ഒന്നുമല്ല. ഞാൻ ഒരു കാലത്ത് പറഞ്ഞു, എനിക്ക് കാതിലും കഴുത്തേലും ഒന്നും പറിച്ച് നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പാ നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ദൈവസനയിൽ സറണ്ടർ ആകാൻ ഇടയായിത്തുന്നു. പിന്നീട് പ്രാർത്ഥനയായി, പാട്ടായി, ദൈവത്തോട് അടുക്കുകയായി. പക്ഷെ കർത്താവിന്റെ വേല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ഭാരമാണ്. വേണ്ട, ഇത് വേണ്ട, ഈ പുസ്തകവും ചുമന്നുകൊണ്ട് നടക്കുന്ന അതെനിക്ക് ഇഷ്ടമല്ല. ഒരു ശുശ്രൂഷയാകുന്ന എനിക്ക് ഇഷ്ടമല്ല. ശുശ്രൂഷയായാൽ ചില പ്രമാണങ്ങൾ പാലിക്കണം, പ്രമാണങ്ങൾക്കകത്ത് നിൽക്കണം. നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കിത് വേണ്ട കർത്താവേ, എനിക്കിത് വേണ്ട കർത്താവേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോയപ്പോൾ ഒരു ദിവസം ആദ്യമായിട്ട് സഭയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ദേവദാസ ശുശ്രൂഷ കൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തല കറങ്ങി വീഴുവാനിടയായിട്ടു. തല ഇറങ്ങി വീണ ഉടനെ പെട്ടെന്ന് അവിടുത്തെ ദേവദാസി, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏനാത്തുള്ള, പെട്ടെന്ന് ഓടി ഒന്ന് ബക്കറ്റ് കൊണ്ടുവന്നു. ആ ബക്കറ്റ് കൊണ്ടുവന്ന് ആ ബക്കറ്റിൽ ഞാൻ 1/2 ബക്കറ്റ് അങ്ങ് ഛർദ്ദിക്കാനിടയായിത്തു. അങ്ങനെ പിന്നെ എനിക്ക് വന്ന അസുഖമാണ് എഴുന്നേൽക്കുന്ന സമയത്ത് തല കറങ്ങി വീഴുക, ഛർദ്ദിക്കുക.
അങ്ങനെ ഛർദിലും തലകറക്കുമായി, വീട്ടിനകത്ത് ഭയങ്കര പ്രശ്നമായി. ഒരു ദിവസം മമ്മി പ്രാർത്ഥിച്ചു വന്നപ്പോ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ കുളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറി. കുഞ്ഞുങ്ങളൊക്കെ ഉറക്കി കിടത്തിട്ട് ഞാൻ കുളിക്കാൻ കയറി. ഞാൻ മമ്മി ഈ സ്റ്റെപ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മമ്മി പറഞ്ഞു കുറ്റിയിടല്ലെന്ന് പറഞ്ഞ് ഞാൻ കുറ്റിയിട്ടു. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. മമ്മി മോളെ മോളെ എന്ന് വിളിച്ചിട്ട് ഒരനക്കവും കേൾക്കുന്നില്ല. പെട്ടെന്ന് മമ്മി ചേട്ടനെ വിളിച്ചു, ചേട്ടൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഇവരെല്ലാം ഓടി വന്നു. കതക് ഡോറ് തല്ലിപ്പൊളിച്ച് ഇടിച്ച് തുറന്നപ്പോൾ ഞാൻ എന്തോ ബാത്റൂമിനകത്ത് മണിക്കൂറുകൾ ബോധമില്ലാതെ ഛർദ്ദിച്ച് കിടക്കുന്ന ഒരു സീൻ കാണാനിടയായിരുന്നു. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് എന്നെ കോരിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. അങ്ങനെ ആ പെട്ടെന്ന് ഉണ്ടാകുന്ന ഛർദിലും തലകറക്കൂ. എന്നിട്ട് വീണ്ടും കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്റെ പെട്ടകം ചുമക്കണം, നീ എന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടണം, അനേകരോട് നിന്റെ സാക്ഷിയായി മാറണം. അവിടെ എന്നിട്ട് വീണ്ടാണ് ഈ മുന്നോട്ട് പോകുമ്പോഴൊക്കെ എന്നെ ശരീരത്തെ ഇങ്ങനെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം കർത്താവിന്റെ വചനം പറയുന്നല്ലോ, ദാവീദ് പറഞ്ഞു, വെള്ളി ഊതിക്കഴിക്കും പോലെ അവൻ എന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. സ്തോത്രം. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനവധി പ്രതികൂലങ്ങളൊക്കെ കർത്താവ് കൊണ്ടുതരുന്നതിന്റെ പിന്നിൽ കർത്താവിന് പൊന്നുപോലെ പുറത്തെടുത്ത് ഒരു മനോഹര പാത്രമാക്കി സ്വർഗത്തിലെ ദൈവത്തിൽ തീർക്കാനാണെന്ന് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അതിലൊക്കെ പോയി പിന്നെ ശക്തമായി പ്രാർത്ഥനയായി ഇങ്ങനെ മുന്നോട്ട് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഓർത്തു, എന്തിനാ ജീവിക്കുന്നത്? ഇതൊന്നും ചുമക്കാനുള്ള പറ്റത്തില്ല, അങ്ങ് മരിച്ചേക്കാം. വീണ്ടും വീട്ടിൽ പ്രതികൂലങ്ങളാ. ഇവിടുന്ന് പലപ്പോഴും ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവം ഒരു ആലോചന പറഞ്ഞു, യോസഫിനെ മാനിച്ചതുപോലെ ഞാൻ മാനിക്കും, സഹോദരങ്ങളുടെ മധ്യേ മാനിക്കും എന്നൊക്കെ എന്നോട് എൻ്റെ ഹസ്ബൻഡിനോടും ദൂതുകൾ പല ദേവദാസന്മാർ പറയാനിടയായിത്തു. എന്നാൽ കർത്താവ് പറഞ്ഞത് അക്കമിട്ട് ദൈവം ഞങ്ങളെ മാനിച്ചു, സഹോദരങ്ങളുടെ മധ്യേ മാനിച്ചു, ദേശത്തിന്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉയർത്തി. അവരുടെ കൂട്ടത്തിൽ ദൈവമുണ്ടെന്ന് പറയത്തക്ക വിധം ദൈവം ഞങ്ങളെ മാനിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ പലപ്പോഴും ആത്മഹത്യ ചെയ്യണം എന്നൊരു ഇത് എൻ്റെ ഉള്ളിൽ കടന്ന് എനിക്ക് വയ്യ, ദൈവം പിടിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നോട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്നേഹിച്ച്, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ച്, അപ്പനമ്മ തമ്മിൽ സ്നേഹിച്ച് വളരെ സ്നേഹമുള്ള ഒരു ഫാമിലിയാണ്. അതിനകത്ത് ഈർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡിന് മാനസികമായിട്ട് വിഷമം, ഇതൊക്കെ ഇങ്ങനെ പ്രതികൂലങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ ഓർത്തു, എന്നൊരു കാര്യം ചെയ്തേക്കാം, കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ട് ഷാൾ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ ഒരു TV ഉണ്ട്. ആ TVക്കകത്ത് ഈ ഹാർവെസ്റ്റിലെ പ്രോഗ്രാം ഇട്ടുകൊണ്ട് ആരും പുറത്ത് കാണുന്നില്ല. ഞാൻ ഓർത്തൊന്ന ആരും കേൾക്കുന്നില്ലല്ലോ, ആരും കാണുന്നില്ല, അങ്ങ് മരിച്ചേക്കാന്ന് നോക്കും. ഞാനിങ്ങനെ ഷാൾ ഇങ്ങനെ ഇട്ട് ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോള്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സിസ്റ്ററാ വിളിച്ചു. എന്നോട് പറഞ്ഞു, മോനു സിസ്റ്റർ എന്തെടുക്കുക? ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുക. അന്നേരം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഒരു ജോമോൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വരുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇല്ല, നീ വാ, അത് ഞാൻ കാറ് കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന് കുഞ്ഞുങ്ങൾ ഉറങ്ങും, അത് സാരമില്ലെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ ഓടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എൻ്റെ മൂത്ത മോനെ കോരിയെടുത്തു, എൻ്റെ ഇളയ മോനെ ഞാനും എടുത്തു, വീട്ടിലിട്ടിരുന്ന ഡ്രസ്സുമായി കാറിൽ കയറി ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ചെന്നങ്ങോട്ട് ഇരിക്കുമ്പോൾ ഈ ദേവദാസൻ എൻ്റെ തലയെ കൈവച്ചിട്ട് ചോദിക്കുക, മരിക്കാൻ നിനക്ക് ആരധികാരം തന്നു? ഹല്ലേലൂയ, സ്തോത്രം. നീ എന്തിനു മരിക്കുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, കർത്താവേ, അല്ലെ ഹാഗർ പറഞ്ഞതുപോലെ എന്നെ അവിടെ കണ്ടവൻ എന്നെ ഇവിടെയും കണ്ടോ എന്ന് ഞാൻ ചോദിച്ച് വാവിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് പറഞ്ഞു, ഇല്ലപ്പാ, ഇനി എന്തൊക്കെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നാലും എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. അവിടെ ഞാൻ സറണ്ടറായി. പിന്നീട് ഉപവാസങ്ങളായി, പ്രാർത്ഥനകളായി, ദൈവം ഞങ്ങളോട് പറഞ്ഞ ആലോചനകളെല്ലാം കർത്താവ് നിവൃത്തിയായി. എവിടെ നിന്ന് നിന്ദിക്കപ്പെട്ടോ, എവിടെ നിന്ന് ത്യജിക്കപ്പെട്ടോ, എവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചോ, അവിടെ തന്നെ സ്വർഗം ഞങ്ങളെ സ്ഥിരപ്പെടുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഫെലിസ്തർ മണ്ണിട്ട് ഹല്ലേലൂയ അവകാശത്തെ നികത്താൻ നോക്കിയ മണ്ഡലങ്ങളിൽ ഇസഹാക്ക് വീണ്ടും കുഴിച്ചു, വീണ്ടും ഫെലിസ്തർ ശണ്ടയിടാൻ വന്നു. എന്നാൽ ഹല്ലേലൂയ പറയുന്നു, ഇസഹാക്ക് വീണ്ടും പ്രാർത്ഥനയോടെ കുഴിച്ചു.
പിന്നീട് ഫെലിസ്തർ ശണ്ടയിടാൻ വന്നില്ല. ആ കിണറിന് ഹല്ലേലൂയ വർദ്ധനവെന്ന പേരിട്ടതുപോലെ സ്വർഗം ഞങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. പിന്നീട് വളരെ ആഗ്രഹമായിട്ട് ബൈബിൾ കോളേജിൽ ചേരണം, പഠിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം, ഇതൊക്കെ തീരുമാനമെടുത്തു. അങ്ങനെ കർത്താവ് ഞങ്ങളെ പുനലൂർ പട്ടണത്തിൽ ദൈവസഭയുടെ മുന്നിൽ സഹോദരങ്ങളുടെ മധ്യയെ സ്വർഗം ഞങ്ങളെ മാനിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, പ്രതിസന്ധികൾ ഇല്ലെന്നല്ല, എത്ര ശോധനകൾ ജീവിതത്തിൽ കടന്നു വന്നാലും അല്ലേ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരിശോധനയായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവത്തിന് സമർപ്പിക്കണം. വേറെ ഒന്നും വേണ്ട, ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിനുള്ളതാ, അത് നീ യാഗം കഴിക്കണം. പക്ഷെ അബ്രഹാമിന്റെ വേദന, ഹൃദയത്തിന്റെ വേദന വചനത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ വേദനയോടെ ആ ശോധനയാകുന്ന മലയിലേക്ക് കടന്നുപോയ അബ്രഹാമിനെ ഹല്ലേലൂയ ആ മലയിൽ ചെന്ന് ദൈവം പറഞ്ഞ യാഗം കഴിക്കാൻ ഒരുങ്ങിയ അബ്രഹാമിന്റെ കരത്തിൽ ദൈവത്തിന്റെ ദൂതൻ പിടിച്ചു എന്ന് ഞാൻ പ്രസംഗിക്കും. പിടിച്ചു. പക്ഷെ അബ്രഹാം നോക്കുമ്പോൾ അവിടെ ഒരു കരുതൽ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായിത്തും. എന്നാൽ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ വന്നാണ്ടി, എന്നാൽ അതിന്റെ എല്ലാം മധ്യ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരാൻ ഇടയായി തീർന്നു. സ്വതം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കർത്താവ് പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസമാർക്ക് നിന്റെ തലമുറയ്ക്ക്. നീ അതുകൊണ്ട് ഞാൻ പറയും, കർത്താവ് ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് പോകും? ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇവരെ നോക്കാൻ ആരുമില്ല, നല്ലൊരു ജോലി ഞാൻ വിട്ടു. കർത്താവ് പറഞ്ഞു, അതിന്റെ എല്ലാ ക്രമീകരണം, നീ എന്നെ മാനിച്ചാൽ ഞാൻ നിന്നെ മാനിക്കാം, നീ എനിക്ക് വേണ്ടി നിന്നാൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാം. കർത്താവ് എന്ത് ചെയ്തു? 5ാം ക്ലാസ് മുതൽ എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ടം മിലിറ്ററി സ്കൂളിൽ പഠിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. അവര് ബോർഡിങ്ങിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു? ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, മീറ്റിങ്ങുകൾക്ക് കടന്നു പോകുവാൻ, ദൈവദാസന്മാരുടെ കൂടെ, അഭിഷിക്തന്മാരുടെ കൂടെ, ജുബ്ബയിട്ട പിതാക്കന്മാരുടെ കൂടെ നടക്കുവാൻ, അവരുടെ ഉപദേശത്തിൽ നിൽക്കുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. സ്തോത്രം. പിതാക്കന്മാരുടെ കൈപിടിച്ചാ ഞാൻ നടന്നത്. അതുകൊണ്ട് അവരുടെ ആ ഉപദേശവും അവരുടെ ദൈവത്തോടുള്ള അനുഭവങ്ങളും എന്നെ ഒത്തിരി മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ കുടുംബജീവിതം ഇങ്ങനെ പോയി. കുഞ്ഞുങ്ങളായി, കുഞ്ഞുങ്ങളുടെ പഠിപ്പ് പറഞ്ഞാലും മക്കളെ അവരെ സ്ഥാനപ്പെടുത്തി. എന്റെ കൊച്ചുമോൻ 3 വയസ്സുള്ളപ്പോഴാണ് അവൻ അഭിഷേകം പ്രാപിക്കുന്നത്. 3 വയസ്സുള്ളപ്പോൾ ഭവനത്തിനകത്ത് 3 വയസ്സുള്ളപ്പോൾ വിവിധ ഭാഷകളിൽ അവൻ ആരാധിക്കുന്ന കണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെ 2 പേരെ ദൈവം മാനിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് ഇത്രത്തോളം തന്നു. എന്നാൽ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ ഈ കഴിഞ്ഞ ഞാൻ കർത്താവിനെ അയക്കുന്ന സ്ഥാനത്തൊക്കെ വലിയ ചെറിയ കാര്യങ്ങളെ പോലും തുച്ഛീകരിക്കാത്ത ദൈവം പല സ്ഥലങ്ങളിലും വിട്ടു, പലർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയാക്കി. അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. പിന്നെ കർത്താവ് അഭിഷേകം തരാൻ ഈ സ്ഥാനപ്പെട്ട ഇട തന്നെ കർത്താവ് അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് ആരാധിച്ചില്ലേലും ഞാൻ ആരാധിക്കും, ആര് സ്തുതിച്ചില്ലേലും ഞാൻ സ്തുതിക്കും. ഞാൻ ഒറ്റ ഒരു വ്യക്തി എന്റെ സഭയ്ക്കകത്ത് മതി, അവിടെ 1000 ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാരണം അധികം ഇളച്ചു കിട്ടാൻ അധികം സ്തുതിക്കും എന്ന് പറഞ്ഞതുപോലെ വലിയ വിടുതൽ കൂടി സ്വർഗം ഞങ്ങളെ ഒന്നുമില്ലായ്മ അന്നി ഒരു വടിയോടുകൂടി പുറപ്പെട്ടു. ബഹുസമ്പത്തോടെ എന്നെ മടക്കി വെത്തുന്ന യാക്കോ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ ഞാൻ ആന്റിയോട് പറയട്ടെ, ഈ ജോയ്സ് ടിവിയുടെ ജേർണി വിത്ത് ക്രൈസ്റ്റ് ഈ പരിപാടിയിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യാക്കോ പറഞ്ഞതുപോലെ നീ എന്നോട് കാണിച്ച സകലതയ്ക്കും, നീ എന്നോട് കാണിച്ച സകല വിശ്വസ്തയ്ക്കും കർത്താവേ ഞങ്ങൾ യോഗ്യരല്ല. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്. എന്നാൽ ഈ 2021 ഒരു വലിയ പ്രതികൂലത്തിലേക്ക് ഞാൻ കന്നുപോയി. കാരണം 2021 ഓഗസ്റ്റ് മാസം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഉപവസിക്കാം. അങ്ങനെ തീരുമാനിച്ച സമയത്ത് ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ എന്ത് ചെയ്തു? ഉപവസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ വർഷവും ഞാൻ 21 ഇരിക്കും, 40 ഇരിക്കും. അപ്പോൾ 20 ഉപവസിക്കാൻ ഇരുന്നപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഇങ്ങനെ ഓഗസ്റ്റ് 2-3 ദിവസമൊക്കെ ഇങ്ങനെ നോർമലായി ഇങ്ങനെ അങ്ങ് പോയി, ഉപവാസമൊക്കെ നല്ലപോലാണ്. പിന്നീട് എനിക്ക് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടാകാൻ ഇടയായിത്തു. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും എന്ത് ചെയ്യാം,
ബ്ലീഡിങ് അങ്ങ് കൂടി കൂടി കൂടി. എന്നിട്ട് എന്റെ ഉപവാസത്തെ ഞാൻ വിട്ടില്ല, എന്റെ പ്രാർത്ഥനയെ ഞാൻ വിട്ടില്ല. അതെനിക്ക് നോർമൽ ഉള്ളത് ഞാൻ അങ്ങ് ചിന്തിച്ചു. പക്ഷേ 18ാമത്തെ ദിവസം ഞാൻ ചർച്ചിൽ ചെന്നപ്പോൾ, ഞാൻ ഇരുന്ന സ്ഥലം മൊത്തം ഒത്തിരി അത് അഴുക്കായപ്പോൾ എന്നോട് എന്റെ പാസ്റ്റർ, എന്റെ മോനും ഒക്കെ പറഞ്ഞു, മമ്മി ഇനിയും വെച്ചോണ്ടിരിക്കല്, മമ്മി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉപവാസം കഴിഞ്ഞിട്ട് ഇല്ല മമ്മി, ഡോക്ടറെ കാണിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, ചെക്കപ്പ് ചെയ്തു, ബ്ലീഡിങ് നിന്നില്ല. പല ഡോക്ടേഴ്സ് മാറി മാറി നോക്കി, ആന്റി എന്റെ ബ്ലീഡിങ് നിന്നില്ല. എനിക്ക് വേണ്ടി 6 ഡോക്ടർമാർ വിധി എഴുതി എന്റെ എനിക്ക് സർജറി ചെയ്തേ പറ്റും. പക്ഷെ സ്കാനിങ് ചെയ്തപ്പോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ എനിക്ക് സർജറി ആവശ്യമാണ്. അങ്ങനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ HB കുറഞ്ഞ് ഞാൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിംസില് ഞാൻ അഡ്മിറ്റ് ആകുവാൻ ഇടയായിട്ടു. പക്ഷെ ഞാൻ എന്നിട്ട് ഒറ്റ മീറ്റിംഗ് പോലും മുടക്കത്തില്ല, ഒറ്റ പ്രാർത്ഥന മുടക്കത്തില്ല, ഒറ്റ ഉപവാസം മുടക്കത്തില്ല. എല്ലാ മീറ്റിങ്ങുകളും ഭാരം വഹിക്കുന്ന ഒരു സ്ത്രീയെ പോലെ, അല്ലെ? ഞാൻ അന്നേരം ഓർക്ക, രക്തസ്രാവക്കാരൻ സ്ത്രീയുടെ അനുഭവം എന്തായിരുന്നു, അല്ലേ? 12 വർഷക്കാലം അവൾ അനുഭവിച്ച വേദനയെ എത്ര ഭയാനകമാ. ഞാൻ ഇതും പേറിക്കൊണ്ട് ചെല്ലും. അവസാനം എന്റെ ദേവദാസനോട്, സിസ്റ്റേ പോയി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കണ്ണൊക്കെ അങ്ങ് മഞ്ഞച്ചു. പക്ഷെ ഞാൻ ഉപവാസത്തിന്റെ 14ാമത്തെ ദിവസം ഒരർദ്ധരാത്രിയിൽ ഞാനൊരു ദർശനം കാണുക. ഞാൻ ദർശനം എന്നാന്ന് കണ്ടാൽ, ഞാൻ ഒരു ബെഡിനകത്ത് ഞാൻ ഇങ്ങനെ കിടക്കുക. ആ ബെഡ് ബ്ലഡ് കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഞാൻ ബ്ലഡിൽ കുളിച്ച് കിടക്കുക. ഉപവാസത്തിന്റെ 14ാമത്തെ ദിവസമാണ്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ബെഡൊക്കെ നോർമൽ ആയിട്ടിരിക്കും. ഞാൻ പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, അച്ചാ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. പുള്ളിക്കാരനെ എഴുന്നേറ്റ് എനിക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുതന്നു. പെട്ടെന്ന് ഞാൻ ബാത്റൂമിൽ പോയി വീണ്ടും ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ വീണ്ടും വന്ന് കിടക്കുക. ഒരു 1:30 മണിയായ സമയം ഞാൻ വീണ്ടും ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ചപ്പോൾ എന്റെ ചെവിക്കകത്തോട്ടൊരു ശബ്ദം, നിന്റെ മേൽ കത്തി വെക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. അന്നേരവും ഞാൻ ഈ ഡോക്ടറെ കാണിക്കുന്നില്ല, ബ്ലീഡിങ് ആണെന്ന് ഇതിന്റെ എന്തേലും സിംറ്റംസ് ആണെന്ന് എനിക്ക് അറിയത്തുമില്ല. പക്ഷെ ഞാൻ ആ ശബ്ദം കേട്ടു. വീണ്ടും ഞാൻ ചാടി എഴുന്നേറ്റു. വീണ്ടും അതേ ശബ്ദം എന്റെ ചെവി വന്നു, നിന്റെ മേൽ കത്തി വെക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഞാൻ കടന്നുറങ്ങിയ സമയത്ത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ വെച്ചു, കർത്താവേ എന്റെ മേൽ കത്തി വെക്കത്തില്ലെന്ന് കർത്താവ് കാണിക്കാൻ ഒരു അടയാളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്റെ കർത്താവ് എന്നോട് ഉടനെ ഞാൻ ഒരു ദർശനത്തിലേക്ക് പോയി. എന്താ? കോവിഡിന് മുമ്പേ ഈ പുനലൂർ പട്ടണത്തിൽ AG എന്ന സഭയിൽ 21 ദിവസം ഉപവാസം നടക്കുക. അപ്പോൾ ഉപവാസത്തിന്റെ ഒരു 14ാമത്തെ ദിവസം വൈകുന്നേരത്തെ സെക്ഷനിൽ ഞാൻ അങ്ങ് ചെല്ലുക. എന്റെ ഹസ്ബൻഡ് കൂടെ ചർച്ചിന്റെ ഫ്രണ്ട് എന്നെ കൊണ്ടുവിട്ട് ഞാൻ ചെല്ലുക. അവിടെ ചെന്നപ്പോൾ ഞാൻ ചർച്ചിലേക്ക് ഇങ്ങനെ കയറാൻ പോകുമ്പോൾ ആ പാസേജിൽ ഒരു ദേവദാസൻ ഇങ്ങോട്ട്, അന്ന് രാവിലെ ശുശ്രൂഷ ദേവദാസൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, കർത്താവിന്റെ ദാസിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. എന്റെ തലേ കൈവച്ചു, എനിക്ക് നിന്നോട് 3 ആലോചന പറയാനുണ്ട്. ഒന്ന്, നീ 3 വർഷം കഴിയുമ്പോൾ ഒരു സർജറിക്ക് വിധേയാകും. ബാക്കി 2 ആലോചനയും കൂടെ ദേവദാസൻ എന്നോട് പറഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ സർജറി അല്ലാത്ത 2 ആലോചന ആ രാത്രിയിൽ തന്നെ കർത്താവ് നിവൃത്തിയാക്കി. എന്നാൽ ഈ സർജറി എന്നുള്ള വിഷയം ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് വിട്ടുകളഞ്ഞു. കറക്റ്റ് 3-ാം വർഷമായപ്പോൾ എനിക്ക് ഈ അസുഖത്തിലേക്ക് കയറി വന്നു. എന്നാൽ ആന്റി പറയട്ടെ, 2021 ഡിസംബർ 28-ാം തീയതി എന്റെ സർജറി കിംസ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തു. അവിടെ പേര് രജിസ്റ്റർ ചെയ്തു. ഒരു ബ്ലഡിന് അറേഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ചെന്ന് അഡ്മിറ്റ് ആകണം. ഞങ്ങൾക്ക് അവിടെ ചെന്ന് പൈസ അടയ്ക്കണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്രമീകരിച്ചു. ഞങ്ങൾ പോകാൻ ഒരുങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. പുള്ളി ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് പുള്ളി ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരാൾ കടന്നു വരുവാനിടയായി. അച്ഛൻ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ ഇന്നപോലെ വൈഫിന് ഞാനൊരു നമ്പർ തരാം, അച്ഛൻ ആ നമ്പറിലൊന്ന് വിളിക്ക്, നല്ലൊരു ഡോക്ടറാ, പുള്ളി കൂടെ കണ്ടിട്ട് സർജറിക്ക് നിങ്ങൾ പോകാൻ പറഞ്ഞു. പെട്ടെന്ന് ആ നമ്പർ കൊണ്ടുവന്നു. ഞാൻ ആ നമ്പർ വിളിച്ചു. ആ ഡോക്ടർ ഫോൺ എടുത്തു. ഉറപ്പം ഒരു കന്യാസ്ത്രീയാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മോള് ഡോക്ടർ എന്നോട്, മോളെ രാവിലെ OPD-യിലേക്ക് പോര്, നിങ്ങൾ ദൂരെ നിന്ന് വരുന്നതല്ലേ, ഞാനത് ഒരു കാര്യം ചെയ്യാം, ഞാൻ OP-യിൽ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. ഒരു ഡോക്ടർമാരും അങ്ങനെ പറയത്തില്ല. പക്ഷെ ഞങ്ങൾ അതിരാവിലെ കിടങ്ങൂരുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകുക.
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോഴേ പറഞ്ഞു, സിസ്റ്റർ ശാന്തി മാഡം ഇവിടെ OP ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, മാഡത്തിന്റെ ക്യാബിനിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ മാഡത്തിന്റെ ക്യാബിനിലേക്ക് ചെന്നു. എന്നോട് മാഡം പറഞ്ഞു അവിടെ ഇരിക്കുമോളെ എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ഈ ഫയലുകളെല്ലാം നിരത്തി വെച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ആ മോളിൽ എഴുതി വെച്ചിരിക്കുന്നൊന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വായിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അവിടെ എഴുതി വെച്ച്. ഒരു കന്യാസ്ത്രീ ഡോക്ടർ എന്നെ ചൂണ്ടിക്കാണിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അല്ലെ. ദൈവത്തിന് നമ്മളോട് സംസാരിക്കണമെങ്കിൽ കാക്ക ഉപയോഗിക്കാം, കഴുത ഉപയോഗിക്കാം, പുഴുവിനെ ഉപയോഗിക്കാം. ഒരു കന്യാസ്ത്രീ ഉപയോഗിച്ചു. എന്നിട്ട് എന്നോട് വെച്ചു, മോളെ നീ ഒരു സുവിശേഷകയല്ലേ? ഞാൻ പറഞ്ഞു അതെ. പറഞ്ഞു എനിക്ക് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറക്കം ദൈവം തന്നില്ല. ഇന്നലെ രാത്രി മൊത്തം ഞാൻ ഉറങ്ങാതിരുന്നു. എനിക്ക് മനസ്സിലായി ഞാൻ നിനക്ക് വേണ്ടി എന്റെ ഉറക്കത്തെ, ഇന്ന് വേണേ ഒരു പക്ഷെ ശാന്തി വേണം ഇത് കാണുമായിരിക്കാം, ഉറക്കാൻ തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് ഞാൻ തന്നെ സ്കാനിങ് ചെയ്യാം. പെട്ടെന്ന് സ്കാനിങ്ങിന് വിട്ടു. ആ പല ഡോക്ടേഴ്സും എനിക്ക് സർജറി പറഞ്ഞ സ്ഥാനത്ത് തിരിച്ചെന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് സർജറിയുടെ ആവശ്യമില്ല. സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എടുത്തപ്പോൾ ഹോർമോണിനുണ്ടായ ഒരു വ്യതിയാനമാണ്, അതുകൊണ്ട് ഇത് സർജറിയുടെ ആവശ്യമില്ല. സ്തോത്രം എന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ട് എന്റെ ദൈവത്തെ സ്തുതിച്ചു. കാരണം എന്റെ ദൈവം എത്ര വലിയവനാ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഒരു മകളായി തീരുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നല്ലോ. എന്നാൽ എന്റെ ശരീരത്ത് ഒരു കത്തി പോലും വെക്കാതെ 6 മാസത്തെ മേഡത്തിന്റെ മെഡിസിൻ കൊണ്ട് ടാബ്ലറ്റ് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവം അവിടുന്ന് എന്നെ വിടുവിച്ചു. ആന്റി അതും കഴിഞ്ഞ് ഇങ്ങനെ ജാറിനെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സ്തോത്രം. കാഴ്ചയില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ നടക്കുമ്പോൾ റോഡുകൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ബൈബിൾ തുറക്കുമ്പോൾ വാക്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നറിയാ, ചർച്ചയിൽ ചെന്നാൽ ദേവദാസന്മാർ ഒരു വാക്യം വായിക്കാൻ പറഞ്ഞാൽ ഞാനായിരിക്കും വാക്യം എടുത്ത് ഞാൻ നോക്കിയല്ല വായിക്കുന്നേ, എന്റെ കർത്താവ് എന്നെ കൊണ്ട് വായിപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ കണ്ണിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. CLFന്റെ പ്രവർത്തനത്തിന് ഞാൻ ബോംബെയിൽ ഞങ്ങള് മിഷണറി സ്റ്റേഷൻ സന്ദർശിക്കാൻ പോയപ്പോൾ അന്നും എന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. എന്റെ കൂടെ വന്ന ദേവദാസിമാരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പക്ഷേ അവിടെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായൊരു വിടുതല് എന്റെ ജീവിതത്തിൽ തന്നു. കാരണം എന്റെ ദൈവം അത്ഭുത മന്ത്രിയ, അത്ഭുതങ്ങളുടെ ദൈവമായി എന്റെ ദൈവം. സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവത്തെ പ്രസംഗിക്കുവാൻ ഏത് തെരുക്കോണിൽ നിന്നും ഈ ദൈവം മാത്രമേ ദൈവമുള്ളെന്ന് വിളിച്ചു പറയാനുള്ള തന്റെ ഇടവും പ്രാഗൽഭ്യവും സ്വർഗം എന്റെ ജീവിതത്തിൽ തന്നു. ഇന്ന് കർത്താവിനെ മാറ്റി നിർത്തി ഒരു കാര്യം എന്റെ ജീവിതത്തില്ല. എന്റെ മക്കളെ ഞാൻ ആ രീതി വളർത്തി. എന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് എന്നെ വിളിച്ചാൽ ആദ്യമേ ഞാൻ വചനം പറഞ്ഞു കൊടുക്കാതെ ഒരു വിശേഷം അവരോട് ചോദിക്കാറില്ല. വചനത്തിൽ വേരൂന്നി വളരണം. ദൈവത്തിൽ ആശ്രയിക്കാതെ ലോകത്തിൽ ഒരു മനുഷ്യനെ ആശ്രയിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല. എന്റെ മൂത്തമാൻ എപ്പോഴും ഞാൻ പറയും, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഇന്ന് കർത്താവിന്റെ വേലയിൽ കർത്താവിനെ അയക്കുന്നിടത്തെല്ലാം പോയി ശക്തമായി ശുശ്രൂഷിപ്പാൻ, ദൈവത്തിന്റെ നാവായി മാറുവാൻ, അനേകരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ, അനേക തെരുക്കോണുകളിൽ നിന്ന് ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയാണെങ്കിൽ എത്രയോ പ്രാവശ്യം ഈ കർത്താവിനെ വിട്ടു പോകാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ സാധാരണ ദൈവം എല്ലാരെയും ശോധന ചെയ്ത കർത്താവിനെ കണ്ടുമുട്ടുവാൻ, എന്നെ അല്പശോധന കൊണ്ടുവന്ന് എന്നെ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് ഞാൻ ഈ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ, ഈ വിശ്വാസത്തിൽ എന്നെ നിലനിർത്തുവാൻ കർത്താവ് എന്നെ എന്ത് ചെയ്തു? ചുറ്റി ചില ഇസ്രായേൽ മക്കളെ വേണം നേരെ കനാനിലേക്ക് പ്രവേശിക്കായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നൊന്ന് അറിയണം, അവരെ ഒന്ന് പരീക്ഷിക്കണം. അതിന് ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ ചുറ്റിച്ച് നടത്തുവാനിടയായിട്ടു. എന്നാൽ ഞാൻ പറയാം, അവരെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിമേഘ തൂണായി സ്വർഗം അവരോട് കൂടിയിരുന്നത് പോലെ എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്റെ കർത്താവ് എന്നോട് കൂടെ ഇരുന്നു. സ്തോത്രം. ഏതുറക്കത്തിലും ഞാൻ പറയും, എന്റെ കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം.
എന്റെ സഹോദരങ്ങൾ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല, എന്റെ ബന്ധുമിത്രാദികൾ വന്നിട്ടില്ല, എന്റെ അപ്പന്റെ ആൾക്കാർ, എന്റെ അമ്മയുടെ ആൾക്കാർ വന്നിട്ടില്ല. പക്ഷെ അവിടെ എല്ലാം മധ്യം ഞാൻ ഇന്ന് പറയും, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ അവസാന ഭാഗത്ത് ഒരു കർത്താവ്, എനിക്ക് വളരെ വേദനകരമായ ഒരു സംഭവം ഉണ്ടായി ആന്റി, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. എന്റെ മാതാവ്, ഞാൻ ബോംബെ CLF-ന്റെ ഇവിടെ മിഷണറി സ്റ്റേഷൻ സന്ദർശിക്കാൻ പോകുമ്പോഴാണ് എന്റെ മാതാവ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, മോനെ എവിടെ പോവുകയാ? ഞാൻ പറഞ്ഞു, ഞാന് ഇതുപോലെ ബോംബെയിൽ മീറ്റിങ്ങിന് പോവാ. ഞാൻ ചോദിച്ചു, എന്താ അമ്മ എന്നെ വിളിച്ചേ? അപ്പൊ എന്റെ അമ്മ, എന്റെ പിതാവ് മരിച്ചതിന് ശേഷം എന്റെ 5ാമത്തെ ചേച്ചി എന്റെ അമ്മയെ കെയർ ചെയ്യുന്നത്. ഞങ്ങള് ആമ്പിള്ളാരില്ലെങ്കിലും എന്റെ അമ്മ ഭാഗ്യവതിയാ, കാരണം മക്കള് മാറി മാറി ശുശ്രൂഷിക്കുന്ന ഒരനുഭവം. അപ്പോൾ എന്റെ ചേച്ചിയുടെ മോൻ സൗദിയില. അപ്പൊ അവർക്കൊരു പെട്ടെന്ന് ഒരു പ്രിവിലേജ് വന്നു. ചേച്ചിയുടെ മോൻ ചേച്ചിയും ചേട്ടനെയും കൊണ്ട് 3 മാസത്തെ വിസിറ്റിങ്ങിന് സൗദിക്ക് പോവുക. അപ്പോൾ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള മക്കളിരിക്കെ നിൽക്കാം. പക്ഷേ എന്റെ ചേച്ചിനോട് ചോദിച്ചപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, അതിനെന്താ അമ്മച്ചിയെ ഞാൻ കൊണ്ടാക്കോളാന്ന് പറഞ്ഞു. പക്ഷെ അമ്മച്ചി എന്റെ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാ വർഷവും 2 മാസം എന്റെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ അമ്മച്ചിക്ക് ഇച്ചിരി പ്രായമായപ്പോൾ എന്റെ ചേച്ചിമാർ അമ്മച്ചിയെ വിടത്തില്ല, കാരണം അവർക്ക് അമ്മച്ചി എപ്പോഴും വേണം. എന്റെ ചേച്ചി അമ്മച്ചി ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് പോലും കഴിക്കത്തില്ല, എന്റെ 5ാമത്തെ ചേച്ചി. അപ്പൊ അതുകൊണ്ട് അമ്മച്ചി എങ്ങും അവരോട്, അമ്മച്ചി അവരുടെ സ്വത്തായിട്ട് ഇങ്ങനെ അവർ വെച്ചോണ്ടിരിക്കുക എന്റെ ചേച്ചി. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ എന്നോട് പറഞ്ഞു, മക്കളെ ഞാൻ അങ്ങോട്ട് വരുവാന്നു. ഞാൻ വാ. അപ്പൊ എന്റെ മോൻ 2 മാസത്തെ വെക്കേഷൻ അവനും വരുക. മോന്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 11. അമ്മച്ചിനോട് പറഞ്ഞു, മക്കളെ ഞാൻ അങ്ങോട്ട് വരിക, മീട്ടുക്കുട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കാം. ഞാൻ അതിനെന്താ, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബോംബെ പോയി അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു. വ്യാഴാഴ്ച ഞാനും എന്റെ മോനും കൂടെ പോയി, മൂത്ത മോനും കൂടെ പോയി എന്റെ മാതാവിനെ, എന്റെ സഹോദരൻ, അന്ന് എന്റെ ചേച്ചി പിറ്റേ ദിവസം, ഞാൻ വ്യാഴാഴ്ച എന്റെ അമ്മയെ ചെന്ന് കൊണ്ടുവരും. എന്റെ ചേച്ചിയുടെ തലേദിവസം പോയി എന്നെ ഇവിടെ കൊണ്ടുവന്നു. 10 ദിവസം എന്റെ അമ്മയെ ഞാൻ നിർത്തി. അങ്ങനെ അപ്പോൾ ഷാരോൺ സഭയിൽ ഇവിടെ അടുത്തൊരു ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പോൾ ഞാൻ ആ സഭയെ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ പാസ്റ്റർ എൻ്റെ ഒരു കോളേജ് അധ്യാപകനുമാണ്. ഞാൻ അവിടെ ആര് കാണല്, ഞാനൊരു വിശ്വാസിയായിട്ട് പോയി ഏറ്റവും പുറകെ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ മുഖമൊക്കെ മൂടിയിരിക്കുമ്പോൾ കുണ്ടറയിലുള്ള ജോൺസൺ പാസ്റ്റർ IPCയിലെ പാസ്റ്റർ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് എടുത്തു വന്നിട്ട് എൻ്റെ ഒരിക്കൽ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിന്നും മാറ്റപ്പെടാൻ പോയി. എന്നിട്ടിങ്ങനെ, അയ്യോ യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. ഈ വചനം പറഞ്ഞ് നീ കരയുവാൻ ഒരവസരം നിന്റെ ജീവിതത്തിൽ കടന്നു വരുക. ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക. നിന്നെ കുറ്റം വിധിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മുമ്പിൽ നീ നിൽക്കാൻ പോവുക. അതുകൊണ്ട് നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഈ ദൂത് കേട്ടു, ഞാൻ സ്നേഹിക്കുന്ന ആരാ മാറ്റപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന ആരാ എന്നിൽ നിന്ന് അകലുന്നേ എനിക്കറിയത്തില്ല, കർത്താവിനറിയാം. ഞാനെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൊന്നാൻറ്റി പറയട്ടെ, എന്റെ മാതാവിനെ ഇവിടെ കൊണ്ടുവന്നു. 10 ദിവസം എന്റെ മാതാവിനെ ഞാൻ ശുശ്രൂഷിച്ചു, എന്റെ മാതാവിനെ സ്നേഹിച്ചു. എന്റെ അമ്മയുടെ കൂടെ ഞാൻ അമ്മച്ചിയുടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, പല വീഡിയോകളും ഒക്കെ എടുത്തു. എന്നാൽ ഒരു വെള്ളിയാഴ്ച ഞാൻ ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, ഞാൻ ബോംബെയിലൊക്കെ പോയി എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ അല്പം കടന്നോട്ടെ. അമ്മച്ചി അവിടെ കടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ശരി മക്കൾ ഉറങ്ങിക്കോ, 6 മണിക്ക് എഴുന്നേറ്റ് വന്നാൽ മതി. ഞാൻ ഉറങ്ങാൻ പോയി. അമ്മച്ചി ഈ വേദനയ്ക്കുള്ള ക്രീം കയ്യിൽ നിന്ന് എടുത്ത് ഈ കാലേലും കയ്യേലും ഒക്കെ പെരട്ടി അവിടെ വന്ന് റൂമിൽ വന്നിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് 6 മണിയപ്പോ എന്റെ ആരാധനയുടെ സമയം, എന്റെ വ്യക്തിപരമായിട്ടുള്ള ആരാധനയുടെ സമയം. ഞാൻ എഴുന്നേറ്റിങ്ങനെ തലേ തുണിയിട്ട് സ്തോത്രം സ്തോത്രം കർത്താവേ എന്ന് പറയുമ്പോൾ ഒരു നിലവിളി കേൾക്കാം. ഞങ്ങളുടെ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്, ഇതും കടന്ന് ബഹളം. ഓടിച്ചു നോക്കിയപ്പോൾ എന്റെ മാതാവ് ഈ ക്രീം വെച്ചതാ, ഈ ക്രീം ഇട്ട് കാല് സ്ലിപ്പായി തറ വീണ് കിടക്കുന്നതാ ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഞാൻ കോരിയെടുത്ത ആന്റി. പെട്ടെന്ന് എന്റെ സഹോദരങ്ങളെ ഞാൻ വിളിച്ചു. പെട്ടെന്ന് അവര് പറഞ്ഞു പെട്ടെന്ന് കോട്ടയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേത്തെ കിംസിൽ കൊണ്ടുപോയി. എന്നാൽ എന്റെ മാതാവ് ഈ ലോകത്തൊന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. 10 ദിവസം ഞാൻ ശുശ്രൂഷ. പക്ഷെ ദൈവം നേരത്തെ എന്റെ അമ്മ തിങ്കളാഴ്ച മരിക്കുമ്പോൾ ഞായറാഴ്ച 2 മണിയായപ്പോൾ ഞാൻ ദർശനം കാണുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. ഞാൻ ഫോൺ ചെന്നെടുക്കുമ്പോൾ
എന്നോട് പറയുന്നു, നിന്റെ അമ്മ മരിച്ചു പോകും എന്ന് കർത്താവ് ഫോണിൽ കൂടെ പറയുന്ന പോലെ ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അമ്മച്ചി മരിച്ചു പോകുന്നു ഞാൻ ചേച്ചി പറയുന്നത് പോലെ എനിക്ക് കേട്ടത്. പക്ഷെ എൻ്റെ കർത്താവ് എൻ്റെ അമ്മ മരിക്കുന്ന തലേദിവസം പോലും എന്നെ അറിയിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദനയായിരുന്നു എൻ്റെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആന്റി. അതിന്റെ മുമ്പിൽ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. കാരണം ഒരു സമുദായക്കാരുടെ കൂട്ടത്തിൽ എൻ്റെ മാതാവ് നിന്നിട്ട് എൻ്റെ മാതാവിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊണ്ടില്ല. എന്നാൽ ഒരു വിശ്വാസിയ ദൈവത്തെ സ്നേഹിക്കുന്ന 24 മണിക്കൂറും പ്രയർ ടവർ എന്ന് അറിയപ്പെടുന്ന ഈ ഭവനത്തിൽ എൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. സ്തോത്രം. എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു ചോദ്യചിഹ്നമായി മാറി. ഞാൻ എൻ്റെ മാതാവിന്റെ മരണത്തിൽ വാവിട്ട് നിലവിളിച്ചു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ സാധാരണ ശേഷം മനുഷ്യരെ പോലെ പ്രത്യാശയില്ലാത്ത നിങ്ങൾ കരയരുതെന്ന് പൗലോസ് പറയുമെങ്കിലും നമുക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ഒരു പ്രത്യാശ ഉണ്ടെങ്കിലും എൻ്റെ മാതാവ് മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ പ്രസംഗമൊക്കെ അങ്ങ് മാറി. ഞാൻ എന്ത് ചെയ്തു? വാവിട്ട് നിലവിളിക്കാനിടയായിത്തു. അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് നിന്ദകളേറ്റു. പക്ഷേ എൻ്റെ കർത്താവ് എന്നോട് ചോദിച്ചു, കുഞ്ഞെ, അല്ലെങ്കിൽ ലാസർ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ, യേശു ആ ഭവനത്തിൽ ചെന്നപ്പോൾ അവരുടെ ദുഃഖം കണ്ടപ്പോൾ യേശു കരഞ്ഞില്ലേ? പ്രവാചകന്മാര് കരഞ്ഞില്ലേ? ഹാലയില് നീ കരഞ്ഞ നിന്നെ കുറ്റം വിധിക്കാൻ ആരാ? നീ കരഞ്ഞോ? കരഞ്ഞു നിന്റെ കണ്ണിന്. ദാവീദിന്റെ മകൻ മരിച്ചു, ദാവീദു ദുഃഖത്തോടെ ഇരുന്ന് അവസാനം കരഞ്ഞെന്നാ ദൈവത്തിന്റെ വചനം. അങ്ങനെ ഒരുപാട് വചനങ്ങളൊക്കെ ദൈവാത്മാവിനെ ഇടപെട്ടു. എൻ്റെ മാതാവ് ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യും? എങ്ങനെ ഞാൻ പ്രസംഗിക്കും? എനിക്ക് വയ്യ, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ പറഞ്ഞു, വേണ്ട, ഇയാളല്ലേ ഇത് വചനമാപ്പാ, ഞാൻ എന്നും പ്രസംഗിക്കുന്ന വിഷയമാ. കർത്താവ് പറഞ്ഞു, ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് നിന്നെ ശക്തീകരിക്കുന്ന എൻ്റെ വചനമാ നിനക്ക് ഞാൻ തരുന്നത്. ഇത് നീ അപ്ലൈ ചെയ്യണം, നീ എഴുന്നേക്കണം, നീ ദുഃഖിച്ചിരിക്കല്ലേ, നീ എൻ്റെ വചനം പ്രസംഗിക്കണം. അല്ലെ, സന്തോഷത്തിൽ വചനം പ്രസംഗിക്കുന്നല്ല എനിക്കിഷ്ടം. നീ എൻ്റെ പ്രിയ മകളാണെങ്കിൽ എൻ്റെ ദുഃഖത്തിൽ നീ എൻ്റെ വചനം പ്രസംഗിക്കണം. അതാ എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദുഃഖം ഞാൻ എന്നേറ്റവുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇന്നും മുറിവുകളുണ്ട് എങ്കിലും എൻ്റെ കർത്താവിനെ പ്രസംഗിക്കും തോറും ആ ദുഃഖം എന്നിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിലുണ്ട്. അനവധി സാക്ഷ്യങ്ങളിൽ കൂടി, അല്ലെ, നമ്മുടെ സാക്ഷ്യമാ ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷയുടെ ശക്തി. ഹല്ലേലൂയ. ഞാന് ഈ ബൈബിൾ ഇല്ലാതെ സാക്ഷ്യം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട കുടുംബങ്ങളുണ്ട് പുനലൂര്. ഹല്ലേലൂയ. ബൈബിൾ ഇല്ലാതെ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ സാക്ഷ്യം, നമ്മുടെ മുറിവ്, നമ്മുടെ വേദന ചിലരെ കർത്താവിലേക്ക് തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കും. സ്തോത്രം. അത് ഒത്തിരി മുറിവുകൾ അങ്ങനെ ഏറ്റവും സ്തോത്രം. എങ്കിലും ആധൈര്യപ്പെടാതെ ശക്തിയോടെ ഇന്നും കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഹല്ലേലൂയ. ഒത്തിരി എതിരാളുണ്ട്. സഫലവും വിശാലവുമായ വാതിലൊക്കെ മുന്നിലുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഇരമ്യാവ് പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു, കർത്താവ് ഇനി എനിക്ക് പ്രസംഗിക്കണ്ട, ഇനി നിന്റെ ആ നാമം എനിക്ക് എടുക്കണ്ട. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്നാൽ സുഖമായിട്ട് ബെഡേ കിടക്കുമെന്ന് ഓർക്കണ്ട, അടി ഉറപ്പാ. അസ്ഥികളിൽ കൂടി പോലും എന്ത് ചെയ്യാം നിനക്ക് ഞാൻ വിഷമം വരുത്തും. അതുകൊണ്ട് എൻ്റെ വചനം ഞാൻ വായിൽ തരുന്നത് നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല, വായിൽ തരുന്ന വചനങ്ങളെ അല്ല നീ വിളിച്ചു പറയുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുക്കും. എനിക്കറിയാം ഈ ലെവൽ കഴിയുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് സ്വർഗം കൊണ്ടുവരും. പക്ഷേ ഒറ്റ ലക്ഷ്യമുള്ളൂ, പ്രശസ്തി ഒന്നും വേണ്ട ആന്റി, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. എൻ്റെ സഹോദരങ്ങളെല്ലാം രക്ഷിക്കപ്പെടണം, എൻ്റെ അയൽവാസികൾ രക്ഷിക്കപ്പെടണം. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പട്ടണക്കാര് പറയണം അവരുടെ കൂട്ടത്തിൽ ദൈവമുണ്ട് എന്ന് പറയണം. ആ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് ശുശ്രൂഷകനല്ല, പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കുടുംബമായി, ഒരു മിഷണറി കുടുംബമായി കർത്താവിന്റെ വരവിന് മുമ്പ് ഞാൻ നിങ്ങളെ നിർത്തുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നെ പുള്ളി നിർബന്ധിച്ചില്ല ദൈവസനയിൽ വരാൻ, ഞാൻ പുള്ളിയെ നിർബന്ധിക്കുന്നില്ല. കാരണം കർത്താവിന്റെ സമയമാകുമ്പോൾ അവനെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്, അല്ലേ? അല്ല, പത്രോസ് എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. അച്ചാച്ചനെ ഇത് വിടാൻ ഞാൻ പറയേണ്ട കാര്യമില്ല. കർത്താവിന്റെ സമയമാകുമ്പോൾ എല്ലാം വിട്ട് ഈ പുസ്തകം ചുമക്കുവാൻ, അല്ലെ, സ്തോത്രം, കർത്താവ് ഇവിടെ എത്തും. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്,
കുറേനക്കാരനായ ശീമോന്റെ ശരീരത്തിൽ ആ ക്രൂശിന്റെ അറ്റം ചുവന്നപ്പോ ഒരു തുള്ളി ബ്ലഡിന്റെ അംശം കുറേനക്ക ശീമോന്റെ ദേഹത്ത് വറ്റിയെങ്കിൽ അവന്റെ തലമുറ കർത്താവിൽ പ്രസിദ്ധരാക്കി സ്വർഗം മാറ്റി. ആരുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെയാ മാറ്റിയത്. അങ്ങനെയാണ് എന്റെ തലമുറ ഈ പെട്ടകം ചുമക്കും, സാക്ഷിയായിട്ട് നിൽക്കും. ഇന്ന് അവർ ഏത് മേഖലയിലായിക്കോട്ടെ, കർത്താവിന്റെ സമയമാകുമ്പോൾ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് ഞങ്ങളെ ഒരുക്കിയെടുക്കും. ആ വിശ്വാസമാണ് ഇന്ന് എന്നെ ജീവിപ്പിക്കുന്നത്. ഇതാണ് എന്റെ സാക്ഷ്യം. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, പക്ഷേ ഇത് ചുരുക്കി ഞാൻ പറഞ്ഞതാ. എന്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. സ്തോത്രം. എനിക്ക് പലപ്പോഴും ഞാൻ ഓർത്തുണ്ട്, കർത്താവ് എന്റെ സാക്ഷ്യം ഞാൻ തെരുക്കോണുകളിലൊക്കെ നിന്ന് വിളിച്ചു പറയും. എങ്കിലും ഇങ്ങനെ ഒരു ചാനലിലൂടെ ഇങ്ങനെ കർത്താവ് പറയാൻ എനിക്ക് അവസരം എടുത്ത് പ്രത്യേകിച്ച് ഞാൻ ആന്റിയോട് ഉള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. എനിക്ക് ആന്റിയുടെ നമ്പർ തന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ ഒത്തിരി നന്ദിയുള്ളവളാ. പ്രത്യേകിച്ച് ജോയ്സ് ടിവിയുടെ ജേർണി വിത്ത് ക്രൈസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ സാക്ഷ്യവുമായി കർത്താവ് നിങ്ങളെ, സ്തോത്രം, കർത്താവ് നിങ്ങളിൽ ഏൽപ്പിച്ച നിയോഗം, നിങ്ങളേച്ച ദൈവിക പദ്ധതി കർത്താവ് പൂർത്തീകരിക്കട്ടെ. ഇതും വലിയൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാനും ഒരുക്കമാണ്. എനിക്ക് അതിന് കടപ്പെട്ടവളാണ്. അതുകൊണ്ട് സ്തോത്രം, എന്നെ ഇരുന്ന് ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓക്കേ സിസ്റ്ററെ, നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസി പ്രാർത്ഥിച്ച. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ നല്ല സായം സമയത്തിനായി സ്തോത്രം. അപ്പാ കർത്താവേ, ജോയ്സ് ടിവിയുടെ ജേർണി വിത്ത് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് അടിയനെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്റെ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരിക്കൽ സാക്ഷ്യം ഞാൻ ഇവിടെ കൈമാറി. കർത്താവേ, എന്റെ കർത്താവ് ഇതെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇത് അനേകരുടെ കൈകളിൽ എത്തുവാൻ കർത്താവിനെ അറിയാത്തവർ ഈ അത്ഭുത മന്ത്രിയുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ, ചില ജീവിതങ്ങൾ വിടിവെക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ തന്റെ അഭിഷിക്ത ദാസിയെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുംബൈയുടെ പ്രദേശത്ത് ദൈവം അവിടെ ആക്കിയിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ അവർ വീണ്ടും ശോഭിച്ച്, കർത്താവേ സ്തോത്രം, ദൈവം ഏൽപ്പിച്ച നിയോഗത്തിലൂടെ അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം വാത്സല്യ കുടുംബത്തെ ഒരുക്കുമാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും ആയി സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യണം. വീണ്ടും കർത്താവിന്റെ വരവോളം ഞങ്ങളെ അച്ചിറെങ്കിലും മറയ്ക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനെ ഓർത്ത് കർത്തൃദാസിക്ക് വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇത്രത്തോളം നേരം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.